വായിക്കാൻ പോകുന്ന ധ്യാനിക്കാൻ പോകുന്ന പോർഷൻ നമ്മുടെ കുടുംബജീവിതത്തെ മുൻനിർത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ, ഈ വചനഭാഗത്തോട് ചേർന്നിരുന്ന് നമ്മുടെ കുടുംബത്തെ വിചിന്തനം ചെയ്യുമ്പോൾ മാത്രമേ കാലികമായ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. വിയന്ന സവോണ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വിയന്ന സവോണ, ആ വിയന്ന സവോണയിൽ ആദ്യമായിട്ട് ആളുകൾ കാണാൻ ചെല്ലുമ്പോൾ, ആ സ്ഥലം കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ആ ഇൻഫർമേഷൻ സെന്ററിൽ ധാരാളം കലാകാരന്മാരിരിക്കും, പടം വരയ്ക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരു കലാകാരൻ്റെ അടുത്ത്, പടം വരയ്ക്കുന്ന ആളിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിക്കും, താങ്കൾക്ക് എത്ര സമയമുണ്ട് ഇതെല്ലാം കണ്ട് തിരിച്ചു വരാൻ? അപ്പോൾ പറയും, എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 10 മിനിറ്റ് ചിലവാക്കാൻ സമയമുണ്ട്. ഈ 10 മിനിറ്റ് പടം വരയ്ക്കുന്ന ആള് ഈ വന്ന ആളിനെ നോക്കി, മുഖത്തോട് മുഖം നോക്കിയിരിക്കും. എന്നിട്ട് പോയി പറയും, പോയി കണ്ടിട്ട് വരൂ, നിങ്ങൾക്ക് പടം തരാം എന്ന് പറയും. അടുത്ത ആൾ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര സമയമുണ്ട് എൻ്റെ അടുക്കൽ ഇരിക്കാൻ? അവർ പറയും, എനിക്ക് 1/2 മണിക്കൂറുണ്ട്. ഈ പടം വരയ്ക്കുന്ന ഈ ആള് ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി നിന്ന് 1/2 മണിക്കൂർ നോക്കി നിൽക്കും. പോയിട്ട് വരൂ, പടം തരാം എന്ന് പറയും. ചിലർക്ക് 1 മണിക്കൂർ വരെ സമയമുണ്ട്. ഈ 1 മണിക്കൂറും ഈ കലാകാരൻ ഈ മുഖത്തോട് നോക്കി നിന്ന് ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കും. പറയും, പോയിട്ട് വരൂ, തരാം എന്ന് പറയും. 10 മിനിറ്റ് ഇരുന്നവൻ വരും, അവന് പടം കിട്ടും. ഏകദേശം അവന്റെ ഛായയിലുള്ള ചിത്രമാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞവർ വരും, ഏകദേശം ഇച്ചിരൂടെ സാമ്യം ഉണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞവർ വരുമ്പോൾ അവനെ പോലെ തന്നെ ഒരു പിക്ചർ അവന് കിട്ടും. ദൈവവചനം എങ്ങനെയാണ്? എത്ര നമ്മൾ ചേർന്നിരിക്കുന്നു, എത്ര ഇതിനെ നോക്കി ധ്യാനിക്കുന്നു, അത്രയും ഹൃദയസ്പൃക്കായ നല്ല വാഗ്മയ ചിത്രം നമ്മുടെ കുടുംബജീവിതത്തെ പറ്റി ഇന്ന് ലഭിക്കും. വചനഭാഗം വായിച്ചു കേട്ടല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായമാണ്. അതിൻ്റെ 24 മുതൽ ഉള്ള വാക്യങ്ങൾ. 7-ാം അധ്യായം 24 മുതൽ 27 വരെ. പ്ലീസ് ഓപ്പൺ ദ ബൈബിൾ. വേദപുസ്തകം തുറന്നാട്ടെ, ഞാൻ വായിക്കാം. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അടിച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീടിന്മേൽ അടിച്ചു. അത് വീണു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കണ്ണുകൾ അടയ്ക്കാം. ബുദ്ധിമുട്ടു കഷ്ടം പെരുകി വന്ന എനിക്കെന്തു നഷ്ടം, ഞാൻ കർത്താവിന്ന എൻ വിശ്വാസ കണ്ണു നോക്കി ക്രൂശിങ്കൽ എല്ലാം തീർത്തു വന്ന് എന്നെ മാനുവേൽ. എൻ്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പുനഃസമാധാനം ഉണ്ടി പാറയിൽ. എൻ്റെ അടിസ്ഥാനം അതു ക്രിസ്തുവിൽ, പുനഃസമാധാനം ഉണ്ടി പാറയിൽ. നാഥാ, ഞങ്ങളുടെ വീടുകളെ പാറമേൽ അടിസ്ഥാനപ്പെട്ട് പണിയുവാൻ സഹായിച്ചാട്ട. ജീവിതത്തിൽ വന്മഴ ചൊരിയുമ്പോഴും കാറ്റടിക്കുമ്പോഴും നദികൾ പൊങ്ങുമ്പോഴും തകർന്നു പോകാത്ത മനോഹര ഭവനം ഇന്നത്തെ ഈ വചനത്തെ മുൻനിർത്തി ക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായിയുടെ എഴുതിയ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് പർവ്വത പ്രസംഗങ്ങൾ. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ പർവ്വത പ്രസംഗങ്ങളാണ്. സർമൺ ഓൺ ദ മൗണ്ട് തുടങ്ങുന്നത് 5-ാം അധ്യായത്തിൽ അവൻ പുരുഷാരത്തെ കണ്ടാലെ മലമേൽ കയറി. പിന്നെ പറഞ്ഞിട്ടുള്ളതെല്ലാം ലോകത്തിലാരും പറയാത്ത കാര്യമാണ്. അടി കിട്ടുന്നവർ ഭാഗ്യവാന്മാര്, കരയുന്നവർ ഭാഗ്യവാന്മാര്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാര്. ലോകത്തിൽ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഗ്യാവസ്ഥയുടെ ന്യൂ ഡെഫിനിഷനാണ് ഈ പർവ്വത പ്രസംഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ. ഇത് പുതിയ ഒരു ജീവിത ദർശനമാണ്, ദൈവരാജ്യത്തിന്റെ ജീവിത ദർശനമാണ്.
ആരോടാണ് പറയുന്നത്? പുരുഷാരത്തോട്. ഗലീലയുടെ തീരങ്ങളിൽ മുക്കുവക്കുടികളും അങ്ങനെയുള്ള കർഷക ആളുകളുടെ ഇടയിൽ കഷ്ടപ്പെട്ട് നട്ടം തിരിയുന്ന ആളുകളാണ് ഈ കൂട്ടർ. അവരോട് പറയുന്ന പുതിയ ഭാഗ്യത്തിന്റെ അവസ്ഥകളെ പറ്റിയാണ്. ഈ പുരുഷാരൻ ആരാണ്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പുരുഷാരത്തെ കണ്ടാറെ ചിഞ്ഞവരും കുഴഞ്ഞവരുമായി കണ്ടു. വിഷമിച്ചു. അവരെ ചിഞ്ഞവരും കുഴഞ്ഞവരുമായി കണ്ടു. ട്രാൻസ്ലേഷൻ ഇതാണ്. ചിഞ്ഞവരും കുഴഞ്ഞവരും എന്ന് പറഞ്ഞാൽ അടികിട്ടി നിലത്ത് വീണിട്ട് തല പൊക്കാൻ പറ്റാതെ കഴിയുന്ന ആളുകൾ. എന്താണ് അതിന്റെ കാരണം? ഗലീല കടൽ മുഴുവൻ ഇപ്പോൾ റോമൻ സൈന്യം സീസ് ചെയ്തിരിക്കുകയാണ്. ഗലീല തടാകത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിന് ടാക്സ് കൊടുക്കണം, അത് ചന്തയിൽ കൊണ്ട് വിൽക്കുന്നതിന് ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുത്ത് നടുവൊടിഞ്ഞ ആളുകളാണ്. യഹൂദന്മാരായ ഈ പാവപ്പെട്ട ആളുകൾക്ക് ടെമ്പിൾ ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് യഹൂദ മത ബോധം നൽകുന്ന വലിയ നികുതി സമ്പ്രദായത്തിൽ തകർന്നിരിക്കുന്ന ആളുകളാണ്. റോമൻ ഗവൺമെന്റിന്റെ ആ കിരാത ഭരണത്തിന് മുമ്പിൽ ഭയങ്കര തകർന്ന ടാക്സ് കൊടുത്ത് തകർന്ന ആളുകൾ. രണ്ട് ഭരണത്തിന്റെ കീഴിൽ തകർന്ന ആളുകൾക്ക് ദൈവരാജ്യത്തിന്റെ പുതിയ ദിശാബോധമാണ് പർവ്വത പ്രസംഗം. പുതിയ ജീവിതക്രമമാണ്, പുതിയ ഭാഗ്യ സംവിധാനങ്ങളെ പറ്റിയുള്ള വിവരണമാണ്. ഈ ഭാഗ്യ സംവിധാനങ്ങളെല്ലാം പറഞ്ഞിട്ട് പർവ്വത പ്രസംഗങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ അവരോട് ഉപമ പറയുകയാണ്. വീടിന്റെ ഉപമയാണ്. വീടിന്റെ ഉപമ. ആരാണ് ബുദ്ധിയുള്ളവൻ, ആരാണ് ബുദ്ധിയില്ലാത്തവൻ? ഉപമയാണ്. ഇന്നലെ ഞാൻ ഉപമയെപ്പറ്റി ചില സൂചകങ്ങൾ നൽകി. ഉപമ സാധാരണ കഥകളാണ്, നോർമൽ സ്റ്റോറീസ്. കണ്ടുകൊണ്ട് ഒരു പക്ഷേ കർത്താവ് പറയുന്ന കഥകളാണ്. അത് ആ ദേശത്ത് നിലനിന്ന കഥകളുമാണ്. ഉപമയെപ്പറ്റി പറയുന്നത് അത് നോർമൽ സ്റ്റോറീസ്. കേട്ട് തുടങ്ങുമ്പോൾ ആളുകൾ ചിന്തിക്കും, എത്രയോ വട്ടം ഞങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്. എന്നാൽ കേട്ട് തുടങ്ങുമ്പോൾ അത് വ്യത്യാസപ്പെടും. The climax of the parable became so wonderful. കേൾക്കാത്തത് കേട്ടതിൽ നിന്ന് അവൻ പറയും. വേറൊരു പ്രത്യേകത ഈ ഉപമയുടെ, ഇന്നലെ ഞാൻ പറഞ്ഞു, കഥയില്ലാത്തവരുടെ കഥയാണ് ഉപമ എന്ന്. പൊളിഞ്ഞ വീടുകൾക്ക് കഥയില്ല, ഇറങ്ങിപ്പോയവർക്ക് കഥയില്ല, കളയ്ക്ക് കഥയില്ല. ഈ കഥ നഷ്ടപ്പെട്ടവർക്ക് പുതിയ കഥ ഉപമ ഈ കഥ കൊടുക്കും. മൂന്നാമത്തെ, ഇന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇതാണ്. The parables are unending stories. തീരാത്ത കഥകളാണ്. ഒരു ഉപമയും അങ്ങനെ തീരുന്നില്ല. കേൾവിക്കാർ പൂരിപ്പിക്കാതെ വീട്ടിൽ ചെന്ന് അവർ പൂരിപ്പിക്കണം. ഇന്ന് ഈ കുന്നംകുളം കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഈ വീടിനെ പറ്റിയുള്ള ഉപമ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ജീവിതത്തെ പറ്റി, കുടുംബജീവിതത്തെ പറ്റി, ഭവനത്തെ പറ്റി മുൻനിർത്തി ഈ കഥ പൂരിപ്പിക്കണം. ഇന്ന് പാറയിൽ പണിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് 90കളിൽ പറഞ്ഞ കഥയല്ല. ഇന്ന് 2019 ഈ ഡിസംബർ മാസം ആദ്യ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തെ പറ്റിയും എൻ്റെ കുടുംബജീവിതത്തെ പറ്റിയും എൻ്റെ ഭവനത്തെ പറ്റിയും കർത്താവ് പറയുന്ന കഥകളാണ് എന്ന് മനസ്സിലാക്കണം. ഈ വീടിനെ പറ്റി ഉള്ള കഥകൾ ഇന്ന് നമ്മോട് പറയുമ്പോൾ നമ്മുടെ വീടിനെ പറ്റിയുള്ള 3 ചിന്തകൾ ഈ ഭാഗത്തെ പ്രതിനിധാനം ചെയ്ത് ഞാൻ പറയാൻ ശ്രമിക്കാം. 3 ചിന്തകൾ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നു. ഒന്ന്, ഈ ധ്യാനത്തിൽ ഒന്നാമത്തെ ചിന്ത, മേക്കേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. നല്ല വീടിനെ നിർമ്മിക്കുന്നത് ആരാണ്? നല്ല വീടിനെ സൃഷ്ടിച്ചെടുക്കുന്നത് ആരാണ്? യേശു തുടങ്ങിയാണ്, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിതവൻ, ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിതവൻ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, 2 വീട്ടിലും അലച്ചു. പാറമേൽ അടിസ്ഥാനപ്പെട്ടത് വീണില്ല, മണലിന്മേൽ അടിസ്ഥാനപ്പെട്ടത് വീണുപോയി. ഈ കഥ പറയാൻ ഒരു കാരണമുണ്ട്. ഈ കഥ എവിടെയാ? ഗലീല തടാകത്തിന്റെ തീരത്ത് നടക്കുന്ന കഥയാണ്. ജെറുസലേമിലൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഗൈഡ് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആ സ്ഥാനം ചൂണ്ടിക്കാണിക്കും. ഇത് മലമുകളല്ല, ഇത് ഗലീല തടാകത്തിന്റെ തീരത്ത് ഉള്ള ഒരു മണൽക്കൂന ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ജനം അട്ടിയട്ടിയായി ഈ ഗലീല തടാകത്തിന്റെ തീരത്ത് ഈ മണൽ മെത്തയിലിരിക്കും. ഈ മണൽക്കൂനയുടെ മുകളിൽ കർത്താവ് കയറി അവരോട് സമ്പാദിക്കുകയാണ്. കാറ്റിനെ പറ്റിയാണ്, പാറ പണിതിനെ പറ്റിയാണ്, മണലിൽ പണിത വീടിനെ പറ്റിയാണ്. ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ അവിടെ എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഭവമുണ്ട് എന്ന് ഓർത്തുകൊള്ളണം.
അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ യോർദാന്റെ തടത്തിൽ നിന്നും ഒരു നീർവാതകം അഥവാ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും. ഈ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാ വർഷവും ഉണ്ടാകും. ഈ ക്ലൈമറ്റ് ചേഞ്ച് വലിയ കാറ്റുകൾ സൃഷ്ടിക്കും, മഴ സൃഷ്ടിക്കും. ഈ കാറ്റുകൾ വന്ന് ഗലീല തടാകത്തിൽ വന്നലയ്ക്കും. ഈ ഗലീല തടാകത്തിൽ വന്നലയ്ക്കുമ്പോൾ ഇതിന്റെ ഓളങ്ങളെ അത് ഉണർത്തും. കല്ലും ചെളിയും പാറക്കഷ്ണങ്ങളും സമതലങ്ങളിലേക്ക് വീഴും. താഴ്ചയുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ഈ ചെളിയും പാറയും മണലും കല്ലും നിറയും. ഈ സമയം നോക്കി ലോക്കോസ് ബിൽഡേഴ്സ് ആണ്. അവർ ഈ ചെളിയും കല്ലും ഈ പാറക്കഷ്ണങ്ങളും ചേർത്ത് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇടിച്ചുറപ്പിച്ച് അവിടെ ഭവനം വെക്കും. ഇവിടെ ഭവനം വെക്കുന്നത് കാണുമ്പോൾ അന്ന് ലോക്കലായി ആ പ്രദേശവാസികൾ നല്ല ഉറപ്പുള്ളിടത്ത് ഭവനം വെച്ചിട്ടുള്ള ആളുകൾ പറയുന്നൊരു വാക്കാണ്, ഹാ, മണ്ടന്മാർ ചെയ്യുന്നത് കണ്ടോ, മടയന്റെ പണി കണ്ടോ, അവന്റെ വീട് മണലിന്മേൽ പണിയാണ്, അടുത്ത കാറ്റിന് അടുത്ത മഴയ്ക്ക് ഈ വീട് ഉണ്ടാകത്തില്ല. ഇതൊരു പറച്ചിലാണ്. എല്ലാ വർഷവും ജോഗ്രാഫിക്കൽ ഫീച്ചർ അനുസരിച്ച് അവിടെയുള്ള ആളുകൾക്ക് പുരുഷാരത്തിന് അറിയുന്ന കാര്യമാണ്. അവരറിയുന്നതിൽ നിന്ന് വീട് എങ്ങനെയാണ് പണിയേണ്ടതെന്ന് ചിന്തയാണ് കർത്താവ് പറയുന്നത്. ആരാണ് നല്ല വീടിനെ സൃഷ്ടിച്ച് എടുക്കുന്നത്? മേക്കേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. ഇവിടെ യേശു പറഞ്ഞു തുടങ്ങുന്നത് ഇതാണ് 24-ാം വാക്യത്തിൽ, ആകിയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനാണ്. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ആരാണ് നല്ല വീടിനെ, വർണ്ണാഭമായ വീടിനെ സൃഷ്ടിക്കുന്നത്? ഒന്ന്, വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നവനാണ്. ദ ലൈഫ് ബേസ്ഡ് ഓൺ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ പ്രതി ജീവിതത്തെ, ഭവനത്തെ പണിയുന്നവനാണ്. യേശു പറഞ്ഞു, എൻ്റെ വചനത്തെ കേട്ട് ചെയ്യുന്നവൻ ആണ് ഈ ഭവനത്തെ പണിയുന്നത്. എന്താണ് വചനത്തെ മുൻനിർത്തി വീട് പണിയുക? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ആ പോർഷനൊക്കെ വായിക്കുമ്പോൾ, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിനെ പറ്റി യോഹന്നാൻ പറയാണ്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 14-ാം വാക്യമാണ്. ജഡം ധരിക്കുക എന്ന് പറഞ്ഞാൽ ആളത്വം ധരിക്കുക. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ അതാണ്. മറിയാമിൽ നിന്ന് ജഡം ധരിച്ചു എന്ന് പറഞ്ഞാൽ മറിയാമിൽ നിന്ന് ആളത്വം ധരിച്ചു. വചനം ആളത്വം ധരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാന്റെ ശിഷ്യന്മാര് യേശു പോകുന്നത് കണ്ടപ്പോൾ ചോദിക്കുകയാണ്, ഗുരു, നീ എവിടെ പാർക്കുന്നു? അപ്പോൾ അവരോട് പറഞ്ഞു, വരിക, വന്ന് കാണീൻ. 2 പേരാണ് പോയത്. ഒന്ന് അന്ത്രയോസ്, 2 നഥനയേലാണ്. അവർ പോയി യേശുവിനോടൊപ്പം പാർത്തു കഴിഞ്ഞിട്ട് അന്ത്രയോസ് തന്റെ സഹോദരൻ പത്രോസിനോട് പറയുന്ന വാക്കാണ് വചനാധിഷ്ഠിത ജീവിതത്തിന്റെ ഒരു വലിയ ഡെഫിനിഷൻ. എന്താ തന്റെ സഹോദരനോട് പറഞ്ഞത്? ഞങ്ങൾ അവന്റെ കൂടെ പാർത്തു. ഞങ്ങൾ ആരെ കണ്ടു? യേശു ക്രിസ്തുവിനെ കണ്ടു, മിശിഹായെ കണ്ടു. പാർക്കുന്നതിന്റെ പ്രത്യേകത ഏതാണ്? തിരുമേനി ഇന്ന് രാവിലെ നമ്മോട് പറഞ്ഞ് ഏറ്റവും ശക്തമായ വാക്കാണ്. നമ്മളെ പുതിയ ക്രിസ്തുഭാവം ധരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ക്രിസ്തു ബോധ്യത്തിലേക്ക് നയിക്കപ്പെടാനാണ് നമ്മളുടെ ജീവിതത്തിന്റെ ദൈവിക ഉദ്ദേശം തന്നെ. പാർത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, He is the Lord, He is the Messiah. ഇതാണ് പാർക്കുക. വചനം കൈയും കാലും ധരിച്ച്, ശരീരം ധരിച്ച്, ആളത്വം ധരിച്ച് ജീവിക്കുകയാണ് വചനാധിഷ്ഠിത ജീവിതം എന്ന് പറഞ്ഞാൽ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരാണ്. അവർ കർത്താവിനോടൊപ്പം നടക്കുകയാണ്. അവർ മനസ്സിലാകുന്നില്ല. എന്നാൽ 28 മുതലുള്ള വാക്യങ്ങളിൽ അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ അവനോടുകൂടെ പാർപ്പാൻ ചെന്നു. പാർത്ത് കഴിഞ്ഞപ്പോൾ അവൻ അപ്പം എടുത്ത് മുറിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. വചനം ജഡം ധരിക്കുന്നതിന്റെ പ്രത്യേകത ഇതാണ്. മുറിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തുവിനെ കാണുക. മുറിക്കപ്പെടുന്നിടത്താണ് ക്രിസ്തുവിനെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നത്. മുറിക്കപ്പെടുമ്പോഴേ കണ്ണുകൾ തുറക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളുടെ
ഇവനോടുകൂടുള്ള പാർപ്പ് ഞങ്ങളുടെ ഉള്ളിൽ തീ കത്തിച്ചു. They came back to Jerusalem. കുരിശിന്റെ താഴ്വരയിൽ നിന്ന് സുഖജീവിതത്തിന്റെ എമ്മോസിലേക്ക് വന്നവർ അന്ന് ക്രിസ്തുവിനോടൊപ്പം പാർത്തപ്പോൾ, യേശു ക്രിസ്തുവിനോടൊപ്പം പാർത്തപ്പോൾ അവർ കുരിശ് പൂക്കുന്ന ഇടങ്ങളിലേക്ക്, യെരുശലേമിന്റെ മരണാവസ്ഥയിലേക്ക് തിരിച്ചുപോയി. പ്രിയ സുഹൃത്തെ, എന്താ വചനാധിഷ്ഠിത ജീവിതം എന്ന് പറഞ്ഞാൽ? ക്രിസ്തുവിനോടൊപ്പം രൂപപ്പെടുത്തുന്ന ജീവിത അനുഭവമാണ്. വചനത്തെ ബേസ് ചെയ്ത് ജീവിതത്തെ ക്രമീകരിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ നല്ല വർണ്ണമുള്ള വീടുകളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. The life based word of God, ദൈവവചനത്തെ അധിഷ്ഠിതമായ ജീവിതമാണ്. രണ്ടാമത്, ആരാണ് നല്ല വീടിനെ സൃഷ്ടിക്കുന്നത്? ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് റോക്ക്. അതിന് വാക്ക് ഗ്രീക്ക് വാക്കാണ് പെട്ര. വാട്ട് ഈസ് പെട്ര? പെട്ര എന്നത് റോക്ക്, നോട്ട് നോർമൽ റോക്ക്. ഈ പെട്രയ്ക്ക് പറയുന്ന പദമാണ് ബെഡ് റോക്ക്, മെത്ത പോലെ കിടക്കുന്ന പാറ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 49 വരെ ഇതേ പോർഷനാണ്, പാറമേൽ വീട് പണിയുന്നവന്റെ പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്ന വാക്കാണ്, വായിക്കുന്ന വാക്കാണ് ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിയുക. ഈ പെട്ര എന്ന വാക്ക് ബെഡ്റോക്ക് ഗലീല തടാകത്തിന്റെ തീരങ്ങളിലും മണ്ണിനടിയിലും കാണുന്ന പാറയാണ്. ഈ പാറ ബെഡ്റോക്കാണ്, മെത്ത പോലെ മിനുസമായ പാറയാണ്. ഈ പാറയോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് ഈ പാറ പറയും അതിന്റെ കഥ? ഒന്ന്, വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്നവനാണ് നല്ല വീടിനെ പണിയുന്നത്. 2, അനുഭവാധിഷ്ഠിത ജീവിതം നയിക്കുന്നവനാണ്, ലൈഫ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്. എന്താണ് ഇവിടുത്തെ അനുഭവം? ഈ പെട്രയോട്, ഈ പാറയോട് നിങ്ങൾ ചോദിക്കൂ, ഈ പാറ അതിന്റെ കഥ പറയും. അത് പറയും, ഞാൻ ഇങ്ങനെ മെത്ത പോലുള്ള പാറയായിരുന്നില്ല, ഞാൻ കൂർത്ത പാറയായിരുന്നു, എന്നാൽ എന്നെ രൂപപ്പെടുത്തിയ വഴികളെ പറ്റിയാണ് എനിക്ക് സമ്പാദിക്കാനുള്ളത്. ഞാൻ പറയും, ഈ വഴി വളരെ ക്ലേശകരമെങ്കിലും എന്നെ രൂപപ്പെടുത്തിയ വഴിയാണ്. പെട്രയായ എന്നെ ഒരു ബെഡ് റോക്കാക്കി മാറ്റിയ വഴി ഗലീല തടാകത്തിന്റെ ഓളങ്ങളാണ്. എല്ലാ വർഷവും ജോർദാന്റെ തടത്തിൽ വരുന്ന ക്ലൈമറ്റ് ചേഞ്ചാണ്, വൻകാറ്റാണ്, മഴയാണ് എന്നെ രൂപപ്പെടുത്തിയത്. ഈ അനുഭവമാണ് എന്നെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ ഗലീല തടാകത്തിന്റെ തിരമാലകളെ കാണുന്നത് എന്നെ തകർക്കുന്ന തിരമാലകളല്ല, എന്നെ നശിപ്പിക്കുന്ന തിരമാലകളല്ല, എന്നെ രൂപപ്പെടുത്തുന്നതാണ്. നല്ല വീടിനായി പ്രൈസ് ദി ലോർഡ് എന്നെ രൂപപ്പെടുത്തുന്നവയാണിത്. പ്രിയ സുഹൃത്തെ, ഞാൻ പറയട്ടെ, എല്ലാ ജീവിത അനുഭവങ്ങളും നമ്മുടെ വീടിനെ പണിയാൻ പാകത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ളവയല്ലേ? ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ എന്താ കാണുന്നത്? ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയാ, എന്നെ മിസ്രൈമിൽ നിങ്ങൾ വിറ്റത് കൊണ്ട് ദുഃഖിക്കണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ മുൻനിയമിച്ചതാകുന്നു. ജോസഫ് എന്ന മന്ത്രി മിസ്രൈമിന്റെ ജീവിതാനുഭവങ്ങളെ പറ്റി തന്റെ സഹോദരൻ ഈ ദേശത്ത് വന്നതിൽ ദുഃഖിക്കുന്ന സഹോദരന്മാരോട് പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ ആയതുകൊണ്ട് തകർന്നു പോകണ്ട, ദൈവം മുൻനിയമിച്ചതാണ്. അനുഭവങ്ങളിൽ കൂടെ ജീവിതത്തെ പണിയാൻ സാധിക്കുന്നവർക്ക് മാത്രമേ വർണ്ണാഭമായ ജീവിതത്തെ കെട്ടുറപ്പോടുകൂടെ പണിയാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ആകട്ടെ, എൻ്റെ ജീവിതത്തിന്റെ നിരാശയാകട്ടെ, എൻ്റെ ജീവിതാനുഭവങ്ങളാകട്ടെ, എന്നെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ്. മാർത്തോമാ സഭയുടെ അനുഗ്രഹീത ഗായകനായിരുന്നല്ലോ സാജൻ പി ജേക്കബ് അച്ഛൻ. അച്ഛൻ്റെ പാട്ടുകൾ വളരെ പ്രസിദ്ധമായ പാട്ടുകളാണ്, ഇന്നും എത്രയോ പേര് പാടുന്ന പാട്ടുകളാണ്. അച്ഛൻ 3-4 വർഷം മുമ്പ് അദ്ദേഹത്തിന് മൂക്കിൽ ക്യാൻസർ വന്നു. മൂക്കിൽ ക്യാൻസർ വന്ന സമയത്ത് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അത് ഹീമോതെറാപ്പിക്കായി കിടക്കുന്ന സമയം, ഹീമോതെറാപ്പിക്കായി അദ്ദേഹം കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദം പോകുന്നു, കണ്ണുനീര് നിന്നു പോകുന്നു, സലൈൻ ഗ്ലാൻസ് എല്ലാം നിന്നു പോകുന്നു, രുചി അറിയുന്നില്ല, കണ്ണുനീര് വരുന്നില്ല, ശബ്ദമില്ല. അദ്ദേഹം ജീവിതത്തിൽ ദുഃഖിതനായി. എന്തൊരു അനുഭവമായത്! എനിക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും? എനിക്ക് എങ്ങനെ പാടാനായിട്ട് സാധിക്കും? അങ്ങനെ ദുഃഖിച്ച് ആ കട്ടിലിൽ കിടക്കുമ്പോൾ ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറയുന്ന
ധ്യാനഗുരു അച്ഛൻ്റെ ഒരു ധ്യാന പുസ്തകം വായിച്ചു. അതിലൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പേര് ആരാധനയ്ക്കായി പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ മഴ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തൊരു നാശം പിടിച്ച മഴ, ഞാൻ എന്ന് പള്ളിയിലോട്ട് പോയാലും ഇങ്ങനെ നാശം പിടിച്ച മഴ എനിക്ക് വരും. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ സുഹൃത്തെ, ഈ ലോകത്തിലെ മഴകളെല്ലാം തോർന്നിട്ടില്ലേ, അതുകൊണ്ട് ഈ മഴയും തോരും. അങ്ങനെ പറഞ്ഞതിനിടയ്ക്ക് മഴ തോർന്നു. അവർ ആരാധനയ്ക്ക് പോയി തിരിച്ചു വന്നു. ഇത് വായിച്ചച്ഛൻ പറയാണ്, എൻ്റെ മഴയും തോരും, എൻ്റെ കണ്ണുനീരും മാറും. യൂട്യൂബിൽ എത്രയോ പേര് പാടി, ഗായക സംഘം എല്ലാം പാടുന്ന പാട്ടല്ലേ, അദ്ദേഹം കുറിച്ച വരികളാണ്. കല്ലും മുള്ളും പൊള്ളുന്ന വൈരിൽ എല്ലാം നാഥന്റെ സമ്മാനമായി. കല്ലും മുള്ളും പൊള്ളുന്ന വൈരും എല്ലാം നാഥന്റെ സമ്മാനമായി. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റുമടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു മോവും മാറാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തന്നരികെ അവനുള്ളതാ. ഓ, ഈ തിരമാലയിൽ, ഈ അലകളിൽ എൻ്റെ അമരത്ത് എൻ്റെ കർത്താവുള്ളത് കൊണ്ട് എൻ്റെ കണ്ണുനീർ തോഴും. പ്രൈസ് ദി ലോർഡ്. പ്രിയ സുഹൃത്തേ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്നവരാണോ? നിങ്ങൾ തകർന്നു നിൽക്കുന്നവരാണോ? നിങ്ങളെ വർണ്ണാഭമായ വീടിനെ സൃഷ്ടിക്കാൻ ദൈവം നിങ്ങൾ നിൽക്കുന്ന അനുഭവമല്ലേ ഇത്? അനുഭവങ്ങളെ അധിഷ്ഠിതമായി ജീവിതത്തെ പണിയുക. ഒന്നാമത്തെ ചിന്ത ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. മേക്കേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. നല്ല വീടിനെ സൃഷ്ടിക്കുന്നത്, നിർമ്മിക്കുന്നത് ആര്? 2, നല്ല വീടിനെ നഷ്ടപ്പെടുത്തുന്നത് ആര്? ലൂസേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. ആരാണ് നല്ല വീടിനെ നഷ്ടപ്പെടുത്തുന്നത്? യേശു പിന്നെ പറയുകയാണ്, 26-ാം വാക്യം, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. 1 പാറയിൽ പണിത വീടിനെ പറ്റിയാണ്. 2 മണലിന്മേൽ പണിത വീടിനെ പറ്റിയാണ്. എന്താണ്? പാറയുടെ തന്നെ ഘടകമല്ലേ ഈ മണലും? ഒന്നിനോടൊന്ന് ചേരാതിരിക്കുമ്പോൾ മണലും, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ അത് പാറയും ആകും. ഈ മണലിനെ പറ്റി പറയുന്നത് ഷിഫ്റ്റഡ് സാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോകുന്ന മണൽ. ഒരു കാറ്റടിക്കുമ്പോൾ ഒരു കൂനയുണ്ടാകുന്നു, അതിൻ്റെ സ്ഥാനം പിന്നെ മാറുന്നു. മാറ്റങ്ങളാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ മണൽ എന്ന് പറഞ്ഞാൽ വേറൊരു വാക്ക് അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഇറ്റ് ഈസ് നോട്ട് ദ നോർമൽ സാൻഡ്, ഇറ്റ് ഈസ് അലൂവിയൽ സാൻഡ്. എന്താ ഈ അലൂവിയൽ സാൻഡ്? അലൂവിയൽ സാൻഡിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഗലീല തടാകത്തിന്റെ തീരത്ത് അന്ന് കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം മണലാണ്. ഈ മണലിന്റെ പ്രത്യേകത, ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്ന മണലാണ്. പാലസ്തീനയിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന അലൂവിയൽ സാൻഡ്. ഈ സാൻഡ്, ഈ മണലിന്റെ പ്രത്യേകത, ഇത് വേനൽക്കാലം സമ്മറിന്റെ ടൈമിൽ ഈ മണൽ വെള്ളമയം കൂടെ ചേരുമ്പോൾ ഇത് കോൺക്രീറ്റ് പോലെ ഉറയ്ക്കും. എന്നാൽ സെപ്റ്റംബർ കഴിഞ്ഞ് ശീതകാലം വരുന്ന സമയത്ത് ഇതളുപോലെ പൊഴിഞ്ഞു പോകും. ഇതാണ് ഈ മണലിന്റെ പ്രത്യേകത. അന്ന് മണലിന്മേൽ വീട് പണിയുന്നവരുണ്ട്. ഈ മണലിന്മേൽ ഇടിച്ചുകൂട്ടി ഈ കാറ്റും കോളും ഈ ജലാംശവും ചേരുമ്പോൾ ചെളിയും കൂടെ ചേർന്ന് വീട് പണിയുന്നുണ്ട്. നോട്ട് ബാഡ് ഫൗണ്ടേഷൻ. അങ്ങനെ പണിയുന്നത് മോശം ഫൗണ്ടേഷൻ അല്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. മണൽ അനുഭവങ്ങളിൽ വീട് പണിയുന്നവരുണ്ട്. എന്നാൽ ഈ വീട് പണിയുന്നവനെ പറ്റി, ഈ മണലിൽ പണിയുന്നവനെ പറ്റി 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. അവന്റെ ഫൗണ്ടേഷൻ, അവന്റെ അടിസ്ഥാനം മോശം ഫൗണ്ടേഷൻ അല്ല, ബട്ട് ഹി നെഗ്ലക്ട് ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനെ പറ്റി വലിയ കാര്യമായ പ്രസക്തി കൊടുത്തില്ല എന്നതേ ഉള്ളൂ. വീട് കൊള്ളാം,
റോക്കേൽ പാറയിൽ പണിയുന്ന വീട് നോക്കൂ, മണലിൽ പണിയുന്ന വീട് നോക്കൂ, ഒന്നും അറിയില്ല. മുറികൾ ഒരുപോലെ, അപ്പെക്സ് അൾട്ടിമ അടിച്ചിരിക്കുകയാണ്. എല്ലാ മുറികളും കൊള്ളാം, ബാൽക്കണി ഉണ്ട്, എല്ലാം ഒരുപോലെ. ഒരു കാര്യത്തിലെ വ്യത്യാസമുള്ളൂ, ഫൗണ്ടേഷന്റെ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ അടിസ്ഥാനമിട്ട മണൽമേൽ പടുന്നവനെ പറ്റി 3 കാര്യം പറയാം. അവനെ പറ്റി പറയുന്നു, he is not shrewd about his foundation. He is not shrewd. എന്താണ്? or he was not shrewd. shrewd എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരു മലയാള പദത്തിൽ ഒത്തിരി പോസിറ്റീവ് അല്ലെങ്കിലും പക്ഷെ നല്ലൊരു വാക്കായിട്ടില്ലേ, കുശാഗ്രബുദ്ധി. shrewd. അധ്യാപകര് വിദ്യാർത്ഥികളെ പറ്റി പറയണം shrewd. അച്ഛന്മാര് നല്ല സെക്രട്ടറിയെ പറ്റി പറയും നല്ല ഷൂഡാ. നല്ല സെക്രട്ടറി ഒരു അച്ഛന് പള്ളി കിട്ടുക നല്ലതാണ്. ചിലതിനെ കിട്ടിയാൽ ഇല്ലാത്ത മെനെ ഉണ്ടാകും. കോള് കൊള്ളിച്ചെഴുതി വെക്കും റിപ്പോർട്ട്, മിനിറ്റ്സ് ഒക്കെ. അപ്പോൾ ഏത് കോടതി പോയാലും അച്ഛന് തരക്കേടില്ല, ചിലത് എഴുതി വെക്കും, എവിടെ പോയാലും മെനക്കേടാ. He is not shrewd about his foundation. ആ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ല. ഫൗണ്ടേഷനിൽ ബുദ്ധി ഉണ്ടായില്ല. He was not shrewd about his foundation. രണ്ടാമത്തെ വാക്ക്, he was not prudent about his foundation. What is prudent? Prudent എന്ന് പറഞ്ഞാൽ വിവേക ബുദ്ധിയാണ്. പ്രൂഡന്റിന്റെ ഡെഫിനിഷൻ ഇതാണ്, ഇതൊരു ജഡ്ജിങ് കപ്പാസിറ്റിയാണ്. whether my foundation is weak or strong. എന്റെ അടിസ്ഥാനം കൊള്ളാമോ ഇല്ലയോ എന്നറിയാനുള്ള വിവേക ബുദ്ധിയാണ്, ജഡ്ജ്മെന്റ് പവറാണ്. ഇത് കൊള്ളാമോ ഇല്ലയോ, ഈ വീട് എനിക്ക് കൊള്ളാമോ ഇല്ലയോ. നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചുമക്കളുടെ കല്യാണം വരുമ്പോൾ, ഈ ബന്ധം എനിക്ക് കൊള്ളാമോ ഇല്ലയോ. ആളുകൾ പറഞ്ഞു പണമുണ്ട്, പണമുണ്ടെങ്കിലും ഇത് കൊള്ളാമോ ഇല്ലയോ. ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയാണ്. He was not prudent. എന്റെ ഈ ഫൗണ്ടേഷൻ എന്റെ വീടിന് പറ്റിയതാണോ. മൂന്നാമത്തത്, he was not prudent about his foundation. പ്രൗഡന്റ് എന്താണ്? അത് സ്റ്റോക്കിംഗ് ആണ്. പ്രൗഡന്റ് ഫണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയെ പറ്റിയുള്ള കരുതലാണ്. സർക്കാർ ജീവനക്കാർക്കെല്ലാം അറിയാം, പ്രൗഡന്റ് ഫണ്ട് ഭാവിയെ പറ്റിയുള്ള കരുതലാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 പേരാണ്. 7 പേര്, ഞാനൊരാണോ ബാക്കിയെല്ലാം പെൺപിള്ളേരുമാണ്. അപ്പം മൂത്തതാണ് പെൺമക്കളല്ല. അപ്പം ഞങ്ങളുടെ ഫാദറിൻ്റെ അമ്മയൊക്കെ ഞങ്ങളോടാണ് താമസിക്കുന്നത്. ഈ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫാദർ ഈ കോന്നിയിൽ പോയി ചന്തയിലൊക്കെ പോയി കച്ചവടമെല്ലാം കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിച്ചു പോയി. മിക്കവാറും മത്തിയാണോ വാങ്ങിക്കുന്നത്, എന്നാൽ ചില ദിവസം വലിയ മീൻ വാങ്ങിക്കും. അപ്പം ഞങ്ങളുടെ വലിയമ്മ ചോദിക്കും, എടാ ദേവിയെ ഇതെന്തൊരു മീനാ? അമ്മയ്ക്കറിയാം, വലിയമ്മയ്ക്കറിയാം. അപ്പോൾ പറയും നെയ്മീനാ അമ്മ, നെയ്മീനാ. എന്ത് വിലയ്ക്ക് കിട്ടി? അപ്പോൾ പറയും വില കുറഞ്ഞു കിട്ടി. അപ്പോൾ അടുത്ത വലിയമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫ്രീ ആയിട്ട് കിട്ടിയോ? ഫ്രീ ആയിട്ട് കിട്ടിയോ? എന്നിട്ടുടൻ ഈ വല്യമ്മ പറയുന്ന വാക്കാണ്, നീ വാങ്ങിച്ചോ? ഈ നെയ്മീൻ നീ എല്ലാ ദിവസവും വാങ്ങിയില്ലേ? നിന്റെ പിള്ളേരെ മുഴുവൻ ഈ മീൻകാരെ കൊണ്ട് കെട്ടിക്കാം. എപ്പോഴും പറയുന്നൊരു വാക്കാണ്. He was not prudent. Preparation of the future. ചില വിവാഹം വരുമ്പോൾ ഒരമ്മയെ പറ്റിയുള്ള മോന്റെ കംപ്ലൈന്റ് ഇതാണ്, എന്താ ഇവരെ അവിടെ നമ്മളെ ബവാകാവിലെ വൃദ്ധസദനത്തിനാക്കുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോൾ പറയണം, ചിലയ്ക്ക് വാങ്ങും. വീട്ടിൽ നിന്ന് ചിലയ്ക്ക്. എന്ത് ചിലയ്ക്കുന്നത്? ആവശ്യമില്ലാത്തതിനെല്ലാം ഇടപെടുവാച്ചാ. കഴിഞ്ഞിടയ്ക്ക് ഒരു കൊച്ചിന്റെ, ഞങ്ങളുടെ മോന്റെ ഒരു കല്യാണമാണ്. ഇത് എങ്ങനെയും നടത്താം, ഭയങ്കര പണക്കാരല്ലോ, നല്ല മിടുക്കൻ ചെറുക്കന്മാർ. അപ്പൊ അമ്മ പറഞ്ഞു, പള്ളിയിൽ പോകുന്നതിനാന്നേ മതി. ഇങ്ങനെയൊക്കെയുള്ള മെനക്കേട് ഒപ്പിക്കുക. അതുകൊണ്ട് അച്ഛനൊന്ന് നോക്കണം, ഒരു വർഷത്തേക്ക് ഇഷ്ടംപോലെ പൈസ തരാം. എൻ്റെ വീട്ടിൽ എനിക്കിങ്ങനെ പറയാൻ ഇന്നാളില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെ ഞാൻ പണം കൊടുത്ത് ദൂരത്താക്കിയിരിക്കുകയാണ്. ആ സാഹചര്യം ഇല്ലാത്തവരാകട്ടെ, എൻ്റെ കൂടെ താമസിപ്പിക്കാമെന്നിരിക്കെ, എൻ്റെ കൂടെ ജീവിക്കാമെന്നിരിക്കെ, എൻ്റെ സുഖദുഃഖങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അവരെന്ത് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, അവരെ അവരുടെ വാർദ്ധക്യ കാലത്ത് കൊണ്ടുവിടുമ്പോൾ എത്ര ദുഃഖമാണ്. പ്രൂഡന്റ് വാസ് നോട്ട് പ്രൂഡന്റ് അബൌട്ട് ഹിസ് ഫൗണ്ടേഷൻ. ഒരു സംഭവ കഥയാണ്, ഇങ്ങനെ കേൾക്കുകയാണ്. 6 മക്കളുള്ള വീടാണ്. അമ്മ
അമ്മ മരിച്ചുപോയി. അപ്പന് അൾഷിമേഴ്സ് രോഗമാണ്, ഡിമെൻഷ്യയാണ്. 78 വയസ്സുണ്ട്, ഓർമ്മയില്ല. മക്കളെല്ലാം ഓസ്ട്രേലിയയിലാണ്. ഇളയവൻ ബെന്നിയാണ്. ബെന്നിയെ നാട്ടിൽ നിർത്തിയിട്ടുണ്ട് അമ്മയെ നോക്കാൻ. സഹോദരന്മാരെല്ലാം ആവശ്യത്തിന് പൈസ അയച്ചു കൊടുക്കും. ബെന്നിയുടെ പിള്ളേരെല്ലാം ഹോസ്പിറ്റലിലാണ്. ബെന്നിയുടെ ഭാര്യ. ഈ അൾഷിമേഴ്സിന്റെ ഒരു പ്രശ്നം, മറന്നു പോകും, കഴിച്ചോ എന്നുള്ളത് മറന്നു പോകും. അപ്പൊ നാട്ടുകാരോടൊക്കെ പറയും, അവളുണ്ടല്ലോ ഒന്നും തരത്തില്ല എന്ന് പറയും, മറന്നു പോവാം. അതുകൊണ്ട് ബെന്നിയുടെ ഭാര്യയുടെ കുശാഗ്ര ബുദ്ധി ഒരു പണി ചെയ്തു. ബെന്നിയെ ക്രമീകരിച്ച് വീട്ടിൽ പൂട്ടിയിടുക. 78 വയസ്സുള്ള ഈ വൃദ്ധനെ ആ വീട്ടിൽ അടച്ചിട്ടേക്കും. ഏതോ ഒരു ദിവസം ഭാര്യയും ഭർത്താവും വെളിയിൽ പറമ്പിൽ ജോലി ചെയ്യുന്ന സമയം ഈ മനുഷ്യൻ വീട്ടിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പെട്ടെന്നൊരു വിളിയാണ്, ബെന്നിയേ ഓടിവാടാ ബെന്നിയേ. അപ്പം വീണല്ലോ എന്ന് വിചാരിച്ച് ഓടി ബെന്നി വരിക. ഡാഡി എന്ത് പറ്റി? ചോദിക്കുന്ന ചോദ്യം, അതെന്തുവാടാ, അതെന്തുവാ വാഴ കയ്യാലിരിക്കുന്നത് എന്തുവാ? ബെന്നി പറഞ്ഞു, ഡാഡി എന്തുവാ പറയുന്നത്? അത് കാക്കയല്ലയോ? ഓ കാക്കയാ, ഞാനിങ്ങനെ മറന്നുപോയി കേട്ടോ. ബെന്നി തിരിഞ്ഞില്ല. വീണ്ടും വിളിക്കാം, ബെന്നിയേ ബെന്നിയേ. അതെന്തുവാടാ, ഇന്ന് ഗുളിക കഴിച്ചില്ലല്ലേ? വീട്ടിൽ മുറി ഇരിക്കണമെന്ന് പറയാൻ ഞാൻ അറിയത്തില്ലല്ലേ? അതാണ് കാക്ക. ഓ കാക്കയല്ലേ, ഞാൻ മറന്നുപോയി. തിരിഞ്ഞില്ല. ഉടൻ വിളിച്ചു, ബെന്നി അത് അനങ്ങുന്നടാ, അതിന്റെ പേരങ്ങ് മറന്നുപോയി. അപ്പത്തേന് ഭാര്യ ഇവിടെ വന്നു. ദേഷ്യപ്പെട്ട ബെന്നി കാക്കയാണെന്ന് മറുപടി പറയാതെ ഈ വൃദ്ധനെ വലിച്ച് വീട്ടിലോട്ട് കയറ്റുകയാണ്. വീടിന്റെ ആ പടിയെല്ലാം കടന്ന് അകത്തെ മുറിയിൽ പൂട്ടിയിടാൻ തുടങ്ങുമ്പോൾ ഉള്ള ഓർമ്മയെല്ലാം കൂടെ കൊടഞ്ഞിട്ടിങ്ങി വന്നു. ഓർമ്മയെല്ലാം കൂടെ വരികയാണ്. അപ്പോൾ ഭാര്യ സപ്പോർട്ട് ചെയ്തു, ഇങ്ങനെ വേണം എന്നും പൂട്ടിയിട്ടേരെ, നാട്ടുകാരെ കൊണ്ട് പറയിക്കാം. അപ്പോൾ ഈ അപ്പൻ, ഈ വൃദ്ധൻ പറയുന്ന വാക്കാണ് ബെന്നിയോട്, അയ്യോ നീ എൻ്റെ കയ്യെ പിടിച്ച് നോവിക്കുന്നല്ലോ, എൻ്റെ കൈ വേദനിക്കുന്നു, വിട്, നീ എൻ്റെ കൈ ഒടിഞ്ഞു വിട്. നിനക്കൊരു കാര്യം അറിയാം, 10-40 വർഷം മുമ്പ് നിനക്ക് 2 വയസ്സുള്ള സമയത്ത് നിന്നെ ഒക്കത്തെടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ആദ്യമായി കാക്ക ഒരു മരച്ചില്ല വന്നപ്പോൾ നീ എന്നോട് ചോദിച്ച ചോദ്യം, ഡാഡി അതെന്തുവാ? ഞാൻ പറഞ്ഞു, മോനെ അതാ കാക്ക. നീ കാക്ക എന്ന് പറഞ്ഞില്ല, കാന്നേ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിച്ചു, ഡാഡി അതെന്തുവാ? ഞാൻ പറഞ്ഞു, മോനെ അതാ കാക്ക. ഈ കാക്ക എന്ന് പറയുമ്പോൾ നീ ആ അക്ഷരം പറയും. ഓ എനിക്ക് വലിയ സന്തോഷമാണ്, ആദ്യമായിട്ടാണ് എൻ്റെ കുഞ്ഞ് ക എന്ന വാക്ക് പറയുന്നത്. പിന്നെ കൂട്ടി പറയുകയാണ് കാക്ക. ഈ സമയത്തെല്ലാം ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നീ കൈകൊട്ടിച്ചിരിക്കും. നീ വീണ്ടും എന്നോട് ചോദിച്ചു, ഡാഡി അതെന്തുവാ? പറയും, മോനെ അതല്ലേ കാക്ക. അന്ന് നീ എന്നോട് എത്ര വട്ടം ചോദിച്ചെന്നറിയാമോ? 38 വട്ടം ചോദിച്ചു, ഡാഡി അതെന്തുവാ? ഓരോ പ്രാവശ്യവും നീ പറയുമ്പോൾ ഞാൻ നിനക്ക് ഒരു ഉമ്മ തന്നു. ഇന്ന് ഞാൻ 3 വട്ടമേ നിന്നോട് ചോദിച്ചോളൂ. പ്രിയ സുഹൃത്തെ, വീട് എവിടെ? വീട് ആരുടെ വീട്? വീട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇന്റർവെൻഷൻസിലേക്കാണ്. ഇൻവൈറ്റ്സ് ദ ഇന്റർവെൻഷൻസ്. ദ ഹോം ഇൻവൈറ്റ്സ് ഫോർ ഇന്റർവെൻഷൻസ്. സജീവമായ ഇടപെടലുകളിലേക്കാണ് നമ്മൾ ഓരോ വീടുകളും നമ്മളെ വിളിക്കുന്നത്. He was not shrewd about his foundation. He was not prudent about his foundation. He was not prudent about his foundation. 3 കാര്യം കൂടി ഞാൻ പറയട്ടെ. Lack of relationship. ബന്ധങ്ങളില്ല. ഈ വീട്ടിൽ മണൽ വീടുകളിൽ മണലനുഭവങ്ങളാണ്, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നില്ല, ബന്ധങ്ങൾ ഇല്ല. ബന്ധങ്ങൾ എങ്ങനെയാണ് വരുന്നത്? 2 വാക്കാണ്, കമ്മ്യൂണിയൻ and communication. Communion leads to the communication. ആ ആഴമായ ഉൾച്ചേരൽ ഉണ്ടെങ്കിലേ ആശയവിനിമയം നടക്കുകയുള്ളൂ. Lack of relationship. 2ാമത്തെ കാര്യമാണ് lack of language. ഭാഷയില്ല. ഭാഷ പൊട്ടിയ മണൽ അനുഭവങ്ങളാണ്. ഇന്ന് വീടുകളിൽ ചിലപ്പം ഭാഷ കൂടുതൽ പറയും, ചിലപ്പം ഒന്നും മിണ്ടത്തില്ല. ചില വീട്ടിലെ ഭാഷ ഒത്തിരി അങ്ങ് പറയും, ചില വീട്ടിൽ ഭാഷ മിണ്ട.
ചില വീടുകളിൽ നമ്മൾ കാണും, എൻ്റെ വീടുകൾ ഉൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവൾ പറയണം, എന്താ ഇപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴാണ് ഫോൺ ചെയ്യുന്നത്, പിന്നെ മിണ്ടുന്നില്ല. ചായ കൃത്യസമയത്ത് കൊണ്ടുവയ്ക്കും, ഭക്ഷണം ഉച്ചയ്ക്ക് കൃത്യസമയത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, നീ എന്താ മിണ്ടാത്തത്? അപ്പോൾ പറയാണ്, ഞാൻ മിണ്ടിയാലല്ല ഉള്ളൂ കുഴപ്പം. ഭാഷ ഇല്ലായ്മ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ, ലാക്ക് ഓഫ് ലാംഗ്വേജ്. 3, ലാക്ക് ഓഫ് ടെലിപ്പതിക് റിലേഷൻഷിപ്പ്. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഡിവോഴ്സ് കൂടുന്നതിന്റെ കാരണം എന്താണ്? ടെലിപ്പതി ഇല്ല. പണ്ട് അമ്മയ്ക്ക് തുമ്മൽ വരുമ്പോൾ അമ്മ പറയാണ്, ജോർജ് കുട്ടി മൂത്ത മകൻ പട്ടാളത്തിൽ പനി പിടിച്ച് കിടക്കുകയാണ്, വിളിച്ചു ചോദിക്കൂ, പനിയായിരിക്കും. കണ്ണു ചൊറിയുമ്പോൾ പറയാണ്, ഭർത്താവ് സുഖമില്ലാതെ കമ്പനിയിൽ ഇരിക്കുകയാണ്. ടെലിപ്പതിയാണ്. ടെലിപ്പതി നഷ്ടപ്പെട്ട സമൂഹത്തിൽ തകരുന്ന വീടുകളെ, മണലിൽ പണിത വീടുകളെ ഉണ്ടാകുകയുള്ളല്ലോ സുഹൃത്തെ. ടെലിപ്പതി നഷ്ടപ്പെട്ട ഭവനമാണ്. ലൂസേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. ഇന്ന് എല്ലാ വീടുകളും വേദനിക്കുന്ന ഒരു കാര്യം എന്താ? പിള്ളേർ പഠിച്ചില്ല എന്നുള്ളതല്ല, പിള്ളേർ കൂടുതൽ പഠിച്ചു എന്നുള്ളതാണ്. എന്താ പഠിത്തം? മൊബൈലിലല്ലേ ഏറ്റവും വലിയ പഠിത്തമാണ്. ഇന്ന് ഡിജിറ്റൽ വേൾഡിലാണ്. വി ആർ ഇൻ എ ഡിജിറ്റൽ വേൾഡ്. ഒരു വെർച്വൽ വേൾഡാണ്, റിയൽ ഓർ അൺറിയൽ വേൾഡ്. ഇന്ന് ഡിജിറ്റൽ വേൾഡിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ ഡിജിറ്റൽ വേൾഡ് ഉപയോഗിക്കുന്ന ആളാണ്, എത്രയോ നല്ല സൗകര്യങ്ങൾ. എന്നാൽ ഞങ്ങളുടെ യുവജന സഖ്യത്തിൻ്റെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് എങ്ങനെ ഈ ഡിജിറ്റൽ വേൾഡ് നല്ലപോലെ ഉപയോഗിക്കാം. ഞങ്ങളുടെ പള്ളിയിലെല്ലാം ഈ അമ്മച്ചിമാർക്ക് മക്കൾ കൊണ്ടുവന്ന് ഈ മൊബൈൽ കൊടുക്കും. അത് ഓൺ ചെയ്യാൻ അറിയാം, ഒന്നും അറിയില്ല, എപ്പോഴും ഇങ്ങോട്ടിരിക്കുമ്പോൾ ഇത് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേരുടെ ഒരു വർഷത്തെ പ്രോഗ്രാമാണ് എങ്ങനെ ഓൺ ചെയ്യണം, എങ്ങനെ ഓഫ് ചെയ്യണം. അത്യാവശ്യത്തുള്ള നമ്പരെല്ലാം കൊടുക്കുക. പോലീസ്, ഹോസ്പിറ്റൽ, അച്ഛൻ, അങ്ങനെയുള്ള മാക്സിമം കൊടുക്കുക. ഇത് പഠിപ്പിക്കുക. വി ആർ ഡിജിറ്റൽ മൈഗ്രന്റ്. നമ്മൾ കയറി താമസിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത ഡിജിറ്റൽ ഇമേജ് ആണ്. അവരതിനകത്ത് കിടക്കുക. എൻ്റെ കൊച്ചു ചെറുക്കൻ്റെ കൊടുത്താൽ ആ മൊബൈലിലെല്ലാം പറിച്ച് അവൻ പുതിയതുണ്ടാക്കി തരും. ഡിജിറ്റൽ ഇമേജ് ആണ്. അവർക്ക് മുഴുവൻ അറിയാം. വി ആർ ഇൻ ദിസ് വേൾഡ്. ഈ വേൾഡിന്റെ പ്രത്യേകത എന്താണ്? ഫേക്ക് ഐഡന്റിറ്റിയാണ്. പണ്ട് എൻ്റെ വീടിന്റെ അഡ്രസ് ചോദിച്ചാൽ നീളമുള്ള അഡ്രസ്സാണ്. ഇന്ന് ചോദിക്കൂ, പറയും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്, ടെമ്പററി ഐഡന്റിറ്റി ആണ്, ath@yahoo.com. ദിസ് ഈസ് ഐഡന്റിറ്റി. നീളമുള്ള അഡ്രസ് പോയി ടെമ്പററി അറേഞ്ച്മെന്റ് ആണ്. ഡിജിറ്റൽ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ്, ഭാഷയെ പറ്റി ശ്രദ്ധിച്ച് നോക്കൂ. ടുമാറോ എന്ന അക്ഷരം എത്രയോ കഷ്ടപ്പെട്ടാണ് ടീച്ചർ പഠിപ്പിച്ചത്. ടുമാറോ ഇപ്പൊ തന്നെ പറഞ്ഞ തെറ്റ്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിക്കൂ, അവരുടെ ലാംഗ്വേജ് ശ്രദ്ധിക്കൂ. ഇന്നത്തെ ഡിജിറ്റൽ ലാംഗ്വേജ് TMR, അത് മതി. ലാംഗ്വേജ് വിദഗ്ധർ പറയുന്നൊരു കാര്യം, 20 വർഷം TMR എന്ന് പഠിപ്പിച്ചാൽ അതായിരിക്കും അതിന്റെ സ്പെല്ലിംഗ്. ഡിജിറ്റൽ ലാംഗ്വേജ്. പണ്ട് പിള്ളേരെല്ലാം ബ്രദർ, സഹോദരൻ എന്ന് പറയുമ്പോൾ ഇന്ന് ബ്രോ, സഹോ. പുതിയ ലാംഗ്വേജുകളാണ്, പുതിയ ഭാഷയാണ്. ഡിജിറ്റൽ എസ്തറ്റിക്സ്, പുതിയ സൗന്ദര്യശാസ്ത്രമാണ്. ഈ പിള്ളേരൊക്കെ ഇതെന്താ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ കാണുന്നതാണ്, അവർ കണ്ടെത്തുന്നതാണ്. ഡിജിറ്റൽ എസ്തറ്റിക്സിന്റെ ഒരു കാലഘട്ടത്തിലാണ്, എ ഡിജിറ്റൽ വേൾഡ്. ഇപ്പോൾ നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിലോ ചന്തയിലോ പോകും, ആരെങ്കിലും മിണ്ടുന്നവരെ കാണാമോ? പത്രം വായിക്കുന്നവരെ കാണാമോ? ബസ് സ്റ്റാൻഡിൽ ഇരിക്കൂ, എല്ലാവരും കുനിഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ കൈയിടും, എന്തോ വന്നു, ഒന്നും വന്നിട്ടില്ല. ആരോ അവരുടെ വേൾഡിൽ ജീവിക്കുകയാണ്, എ ഡിജിറ്റൽ വേൾഡ്. ഇന്ന് അമ്മമാരെല്ലാം കണ്ണീരോടെ ഇന്ന് സമീപിക്കുന്നത്, പ്രാർത്ഥനയെ സമീപിക്കുന്നത്, വൈദികരെ സമീപിക്കുന്നത്, സഭയെ സമീപിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ നോക്കൂ, എൻ്റെ കുഞ്ഞു പൊട്ടി, എൻ്റെ കൊച്ചുമകൻ പോയി. ഇന്നത്തെ ഏറ്റവും അപകടകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി സുഖ സൗകര്യങ്ങൾ ഇത് നൽകുന്നെങ്കിലും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എത്രയോ പ്രതിസന്ധിയുടെ ലോകത്താണ് ഈ വീട് തകർക്കുന്ന എത്രയോ നിമിഷങ്ങളുണ്ട് എന്ന് ഓർക്കൂ. ഒരു സ്കൂളിൽ ആ സ്കൂളിലെ കുഞ്ഞിനോട് പറഞ്ഞു, പിള്ളേരോടെല്ലാം അധ്യാപകർ പറഞ്ഞതാണ്, മൊബൈൽ കൊണ്ടുവരരുത്, 500 രൂപ പിഴയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്
അന്ന് മൊബൈൽ കൊണ്ടുവന്നു. ആ വീട്ടിൽ 42 ക്ലാസ്സിൽ കുട്ടികളുണ്ട്, ഗേൾസ് ആൻഡ് ബോയ്സ്. ഈ മൊബൈൽ കൊണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, പിടിച്ചു, നീ എന്തിനാണ് മൊബൈൽ കൊണ്ടുവന്നത്? ഓ, ചുമ്മാ കൊണ്ടുവന്നു. അവൻ്റെ മൊബൈൽ പിടിച്ചു നോക്കിയപ്പോൾ ഇവൻ ഓരോന്ന് കൊടുക്കുവായി. ടീച്ചർ ഞെട്ടിപ്പോയി. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രമാണ്, നേക്കഡ് പിക്ചർ. ഇതെവിടെ നിന്നാണ്? 50 രൂപയ്ക്ക് ആ ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും, ഗേൾസ് ആൻഡ് ബോയ്സിന് ഈ പിക്ചർ അവൻ കൊടുത്തിട്ടുണ്ട്. ഈ 8ാം ക്ലാസ്സിലെ ഈ കൊച്ചിനെ പ്രിൻസിപ്പളിൻ്റെ അടുക്കൽ ഈ ടീച്ചർ കൊണ്ടുപോയി. പ്രിൻസിപ്പൾ അവനെ അടിച്ചു. ഇതാരുടെ പിക്ചറടാ, ആരുടെ പിക്ചറടാ ഈ 50 രൂപയ്ക്ക് കൊടുക്കുന്നത്? ഒരു സങ്കോചമില്ലാതെ കഴിഞ്ഞ 3 വർഷം മുമ്പ് ആ കുട്ടി പറയുക, ഇതെൻ്റെ അമ്മയുടെ പിക്ചറാണ്, ഇതെൻ്റെ അമ്മയുടെ പിക്ചറാണ്. ഇത്ര കഷ്ടം പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇത് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു എന്ന് പറഞ്ഞാൽ ഏതോ കാറ്റ് വന്നടിച്ചു എന്നല്ലല്ലോ സുഹൃത്തെ അർത്ഥം. എൻ്റെ വീടിനെ പൊട്ടിക്കുന്നത്, എൻ്റെ ജീവിതത്തെ മണലനുഭവങ്ങളാക്കുന്നത്, എൻ്റെ ജീവിതത്തെ പാഴ്ഭൂമിയാക്കുന്നത്, എൻ്റെ ജീവിതത്തെ നിർജീവമാക്കുന്നത് ഈ അനുഭവങ്ങളെ പറ്റിയാണ്. കറ്റാനം ഒരു ബേക്കറി, ബ്രദേഴ്സ് ഹോട്ടൽ ആൻഡ് ബേക്കറി. അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. അവനൊരു ഹൈന്ദവ സഹോദരനാണ്. എല്ലാ പ്രാവശ്യവും അവനെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവൻ എന്നോട് വർത്താനമൊക്കെ പറയും. 6 മാസമായി ഞാൻ ആ വഴിയെ പോയേയില്ല. അപ്പോൾ അവൻ ഒരു ദിവസം കണ്ടപ്പോൾ എന്നോട് പറയുകയാണ്, ദുഃഖിച്ചിരിക്കുന്ന മുഖമാണ്. അച്ഛൻ മാതൻ എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ മോൻ മരിച്ചത് അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. അച്ഛനോട് എന്നെയോട് അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മോനെ പറ്റി. വാടക വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. ഈ കൊച്ചിന് ഒരു മോനേ ഉള്ളൂ, പെൺപിള്ളാരില്ല, ആകെ ആൺതരിയാണ്. അവൻ പോളിടെക്നിക് പഠിക്കുകയാണ്. അവൻ നിർബന്ധിച്ച് ഇവൻ്റെ ഈ സഹോദരൻ്റെ ഭാര്യയുടെ ആങ്ങള വിദേശത്തുണ്ട്, ഒരു മൊബൈൽ കൊണ്ട് കൊടുത്തു. പ്രോജക്റ്റ് ഒക്കെ ഒത്തിരിയുണ്ട്. ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി മൊബൈൽ കൊടുത്തു. അവൻ ആ മൊബൈലിലായി. അച്ഛൻ അറിഞ്ഞില്ല അവൻ ആത്മഹത്യ ചെയ്തത്. എന്താ ചെയ്തത് വെച്ചാ, അവൻ ഇപ്പോഴത്തെ ഒരു കളിയൊക്കെ ഉണ്ടല്ലോ, എന്തുവാണെന്നും എനിക്കറിയത്തില്ല. പോലീസ് പറഞ്ഞു ബ്ലൂ വെയിൽ ഗെയിം കളിച്ച. ഞാൻ ചോദിച്ചാൽ അത് അങ്ങനെ മനസ്സിൽ, ഇത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. അവൻ്റെ കൈത്തണ്ടയിൽ മീനിന്റെ പടം ഉണ്ടായിരുന്നു. ചുനക്കര ഏറിയയിലെ ആ സെമിറ്ററിയിലെല്ലാം രാത്രിയിൽ അവൻ പോയിരുന്നു. അവൻ്റെ മൊബൈൽ എന്നെ പോലീസ് കൊടുത്ത് കാണിച്ചു. എല്ലാം ഡിലീറ്റ് ചെയ്ത് ആളൊഴിഞ്ഞ വീട് പോലിരിക്കുകയാണ്. അവൻ്റെ മുഖം തകർന്നു. ഏക സ്വപ്നമാണ്, എൻ്റെ വാടക വീടെന്ന് മാറും, എൻ്റെ വീടെന്ന് പുകയും, എൻ്റെ കുഞ്ഞ് അക്കരയ്ക്ക് പോകും. പറഞ്ഞിട്ടുണ്ട്, അമ്മാച്ചൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കുകയാണ്. ഖോപ്നീക്കിനെ ഹാസൻ രാവിലെ പറഞ്ഞതുപോലെ വട്ടമിട്ടിരിക്കുകയാണ് സുഹൃത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ. ഇന്ന് കാലഘട്ടത്തിൽ വീട്ടിൽ പൊട്ടിപ്പോകുന്ന അമ്മമാര് മുഴുവൻ, അപ്പനും മുഴുവൻ പ്രാർത്ഥനയോടെ നിൽക്കേണ്ട നിമിഷങ്ങളല്ലേ ഈ കാലഘട്ടം. തകരുന്ന, പൊട്ടിപ്പോകുന്ന ജീവിതാനുഭവങ്ങളാണ്. ലൂസേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. നല്ല വീടിനെ നഷ്ടപ്പെടുത്തുന്നത് ആര്? ഒന്ന്, ഞാൻ പറഞ്ഞത് നല്ല വീടിനെ സൃഷ്ടിക്കുന്നത് ആര്? 2, നല്ല വീടിനെ നഷ്ടപ്പെടുത്തുന്നത് ആര്? അവസാനമായും നല്ല വീടിനെ സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഫാക്ടേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. നല്ല വീടിനെ സൃഷ്ടിക്കുന്ന ഘടകം ഏത്? ഇവിടെ പറയുന്ന വാക്ക്, വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. നല്ല വീടിനെ സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. 1, പോസിറ്റീവ് അപ്രോച്ച്. ശുഭാപ്തി ചിന്തയാണ്, ശുഭാപ്തിയുമായിട്ടുള്ള സമീപനമാണ് പോസിറ്റീവ് അപ്രോച്ച്. പാറയിൽ പണിത വീടിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെയും ഈ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, മണലിന്മേൽ വീലുള്ളതും പണിതിട്ടുണ്ട്. ഇതിനെ ക്രിയാത്മകമായി പോസിറ്റീവായി എടുക്കണം. പ്രിയ സുഹൃത്തെ, എൻ്റെ വീട്ടിൽ വരുന്ന ജീവിതാനുഭവങ്ങളെ, മരണാനുഭവങ്ങൾ എൻ്റെ വീട്ടിൽ വരും, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. അതിനെ പോസിറ്റീവായിട്ട് കാണും. പഴയ കാലഘട്ടത്തിൽ ഒത്തിരി പഴുത്ത പഴത്തിന് നമ്മൾ പറയാം നല്ലപോലെ പഴുത്ത പഴം, ഒത്തിരി മഴ, നല്ല മഴ, ഒത്തിരി ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം, ഒത്തിരി തലവേദന,
നല്ല തലവേദന. ഇന്ന് ഒത്തിരി പഴുത്ത പഴത്തിന് പറയുന്നതാണ് അളിഞ്ഞ പഴം. നശിച്ച തലവേദന, നശിച്ച ചൂട്. പണ്ട് മോശമായെന്ന കാലത്തെ ഏറ്റവും നല്ലത് ജനസിസ് ചാപ്റ്റർ 1 പാഴും ശൂന്യമായ ഈ ലോകത്തെ കണ്ടിട്ട് ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞു, ഇറ്റ് ഈസ് ഗുഡ്, ഇത് നല്ലത്. Then he created human being. നല്ലതെന്ന് പറയാതെ ലോകത്തൊന്നിനെയും സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. നല്ലതെന്ന് പറയൂ, നല്ലതെന്ന് പറയൂ, പോസിറ്റീവായിട്ട് എടുക്കൂ. പോസിറ്റീവായിട്ട് എടുത്ത 2 കുടുംബത്തെ പറ്റിയല്ലയോ ഈ 25 നോമ്പിൽ നമ്മൾ ധ്യാനിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിലാണ്. അത് സക്കറിയ എലിസബത്തിന്റെ വീടാണ്. സക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം സഖർയാഹു, ഗോഡ് ഹു റിമെമ്പേഴ്സ്. ദൈവം ഓർത്തവൻ എന്നാണ്. ദൈവം ഓർത്തവൻ ദൈവത്തെ ഓർക്കാത്തവനെ പോലെ, ദൈവം മറന്നവനെ പോലായിപ്പോയി. മക്കളില്ല. എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എൽസാബേത്ത്, വീടാണ്. സ മീൻസ് ലൈഫ്, എൽ മീൻസ് ഗോഡ്. ദൈവത്തിന്റെ ജീവന്റെ കൂട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം, ദൈവം ഓർത്തവൻ. എത്ര മനോഹരമായ പേരോടുകൂടിയുള്ള കുടുംബമാണ്. പക്ഷേ മക്കളില്ല. 2 പേരും ഒരേ ലീനിയേജ് ആണ്. അഹ്റോന്റെ അഹ്റോന്റെ കൂറാണ്, അഹ്റോന്റെ ക്രമമാണ്. എലിസബത്ത് അഹ്റോന്റെ പുത്രിമാരിൽ ഒരുത്തിയാണ്. ഇങ്ങനെ വൈദിക ഭർത്താവിനും ഭാര്യയ്ക്കും ഒരേ ലീനിയേജ് കിട്ടുന്നത് അന്ന് വലിയ പ്രഷ്യസ് ആണ്. അങ്ങനെ ലഭിക്കുകയില്ല. ഇത്രയും പ്രഷ്യസ് ആയിരുന്നവർക്ക് ഏറ്റവും വലിയ ലോട്ട്, നറുക്കു വീണത്, ധൂപം കാട്ടാൻ നറുക്ക് സ്വപ്നതുല്യമായ പദവി വന്നവർക്ക് ജീവിതം തകർന്നില്ലേ? മക്കളില്ല. മക്കളില്ലാത്ത ജീവിതാനുഭവം, അവരുടെ ജീവിതം തകർന്നതാണ്. എന്താണ്? ഈവൻ ദോ അവരുടെ ജീവിതം ബാരൻ ആണെങ്കിലും they did not allow their faith to be barren. They did not allow their faith to be barren. അവരുടെ വിശ്വാസം വന്ധ്യമാകാൻ അവർ അനുവദിച്ചില്ല. They did not allow their minds to be barren. അവരുടെ മനസ്സ് വന്ധ്യമാകാൻ അവർ അനുവദിച്ചില്ല. They did not allow their spiritual lives to be barren. അവരുടെ ആത്മീയ ജീവിതം വന്ധ്യമാകാൻ അവർ അനുവദിച്ചില്ല. They sustain life, sustain hope. അവർ പ്രതീക്ഷയെ, പ്രത്യാശയെ പിടിച്ചവരാണ്, ഉയർത്തെഴുന്നേറ്റ് നിന്നവരാണ്. എലിസബത്തിന്റെയും സക്രായുടെയും ജീവിതം എന്താ? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിനെ അലച്ചിട്ടും അവർ തകർന്നില്ല. തുടർന്ന് കന്യകമറിയത്തിന്റെ ജീവിതാനുഭവം അല്ലേ? ലൂക്ക് 1:39, 1:39 അവിടെ വായിക്കുന്നത്, മറിയ എഴുന്നേറ്റു. ആ വാക്ക് ശക്തമാണ്. അവളുടെ വീട്ടിൽ വൻമഴ വന്നിട്ട് പോയതാണ്, കാറ്റടിച്ചിട്ട് പോയതാണ്. ദൂതന്റെ ശബ്ദം ഒരു പെരുങ്കാറ്റ് പോലാണ് അവരുടെ ജീവിതത്തെ തകർത്തത്. പാർത്തനോൻ എന്ന വാക്കെന്നല്ലേ ഞാൻ പറഞ്ഞത്? പാർത്തനോൻ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണ്? കന്യക, ടെമ്പിൾ ഓഫ് ഗോഡ്. കൾട്ടിരിക്കുന്ന, ആർത്തമിസ് ദേവിയുടെ കൾട്ടിരിക്കുന്ന പ്ലേസിനാണ് പാർത്തനോൻ. കന്യക എന്ന വാക്കിന്റെ അർത്ഥമാണ് ദൈവത്തിന്റെ ക്ഷേത്രമാണ് ഈ ഉടൽ. അവൾ പെരുങ്കാറ്റ് പോലെ, വൻമഴ പോലെ ഈ ദൂതന്റെ ശബ്ദം വന്നിട്ടും അവൾ എഴുന്നേറ്റു എന്ന വാക്കിന് അനാസ്തസിസ്. എന്താണ് അതിന്റെ അർത്ഥം? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന അതേ വാക്കാണ്. അവൾ എഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റിന്റെ അതേ വാക്ക്. ഈ എഴുന്നേൽപ്പാണ് തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിച്ചത്. നോക്കണം, വൻമഴ ചൊരിഞ്ഞ് പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവരുടെ വീട് തകരാൻ അവർ അനുവദിച്ചില്ല. അതുകൊണ്ട് ഈ വൻമഴ ചൊരിയുന്ന സമയത്ത് പാലസ്തീനയിലെ പാറമേൽ പണിത വീട്ടുകാരെന്ത് ചെയ്യുമെന്നറിയാമോ? അവര് ഈ യോർദാന്റെ തടത്തിൽ നിന്നും എല്ലാ വർഷവും ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതിന് മുമ്പ് അവർ തങ്ങളുടെ വീടിന്റെ പെയിന്റ് ചുരണ്ടും, ചാന്തുകൾ ഇളക്കും, പുതിയ ചാന്ത് തേക്കും, പുതിയ ചായം പുരട്ടും, അടിസ്ഥാനം ഇടിച്ചുറപ്പിക്കും. It's a time of repair and maintenance. It's a time for repair and maintenance. ഇത് മെയിൻ്റനൻസിന്റെ സമയമാണ്. ഓരോ കൺവെൻഷനും ഓരോ വചനധ്യാനവും ഇറ്റ്സ് എ ടൈം ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. വീടിന്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന്റെ സമയമാണ്. എൻ്റെ വീട് കൊള്ളാമോ, നിൽക്കുമോ, വെദർ മൈ ഫൗണ്ടേഷൻ ഈസ് സ്ട്രോങ് ഓർ വീക്ക്. നിൽക്കുക, ശുഭാപ്തി വിശ്വാസമാണ്. വൻമഴ ചൊരിഞ്ഞതിനെ
പോസിറ്റീവായിട്ടാണ് അവർ എടുക്കുക. പോസിറ്റീവിൽ അവർ എടുക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഓ, എല്ലാം നന്മയ്ക്കായി. പോൾ പറയല്ലേ, എല്ലാം നന്മയ്ക്കായി. ഒരു പാട്ടിന്റെ സുന്ദരമായ വരികളാണ്: നന്മ മാത്രമേ നന്മയല്ല ഒന്നുമേ നീ ചെയ്തിടുമോ, എന്ത് സഹിച്ചെന്നാലും എന്ത് വഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ എൻ ആത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ നാഥനെ, നീ ഒന്നു മാത്രമേ. സുഹൃത്തെ, നിങ്ങൾ പറയണം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ പോസിറ്റീവായിട്ടേ എടുക്കത്തുള്ളൂ. വന്മഴ ചൊരിയട്ടെ, നദികൾ പൊങ്ങട്ടെ, വീടിന്മേൽ അലയ്ക്കട്ടെ, ഇതെനിക്ക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിൻ്റെ സമയമാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിൻ്റെ സമയമാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. 2, ജീസസ് ദ ഫൗണ്ടേഷൻ. യേശു എന്ന അടിസ്ഥാനമാണ് പ്രധാനപ്പെട്ട ഘടകം. വീടിനെ സൃഷ്ടിക്കുന്ന ഘടകം ഏതാണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ജീസസ് ദ ഫൗണ്ടേഷൻ. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പണിതിരിക്കുന്നു. ജീസസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ. യേശു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഭവനം. പ്രാർത്ഥന, വേദപുസ്തക പാരായണം. പ്രിയ സുഹൃത്തെ, ഈ പ്രാർത്ഥന, വചനാധിഷ്ഠിത ജീവിതം യേശു എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ വീടുകളെ പണിയപ്പെട്ടില്ലെങ്കിൽ വന്മഴ ചൊരിയണ്ട, അതിനു മുമ്പേ തകർന്നു പോകും. ഈ വീടിനെ പറ്റി, മണൽ വീടിനെ പറ്റി പറയുന്ന വാക്കെന്താണ് അവസാനം? അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. വേറൊരു ട്രാൻസ്ലേഷനാണ്, അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. അൺപ്രിപ്പയർഡ്. ഇനിയും അത് റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരിക്കൽ പോർക്കും ആർക്കും നന്നാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന വീടുകൾ, മണലനുഭവങ്ങൾ വീട്ടിൽ വന്നാലും യേശു എന്ന അടിസ്ഥാനത്തിൽ പണിതാൽ ഈ മണലനുഭവങ്ങളെ പാറയുടെ ജീവിതാനുഭവങ്ങളാക്കി മാറ്റാൻ പ്രൈസ് ദി ലോർഡ് യേശുവിന് സാധിക്കും. പത്രോസിനോട് പറയാണ്, ഷിമോൻ, നിന്റെ പേര് കേഫ, ഷിമോൻ എന്നല്ല, നിന്റെ പേര് പീറ്റർ എന്നാണ്. കേഫ ഓർ ഷിമോൻ എന്ന വാക്കിന്റെ അർത്ഥം ധൂളി എന്നാണ്, പൊടി. ഇനി നീ പൊടിയല്ല, മണലല്ല, നീ റോക്കാണ്, പെട്രയാണ്, നീ പാറയാണ്. ഈ പാറയിലാണ് എൻ്റെ സഭയെ പണിയുന്നത്. യേശു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഭവനമാണ്. 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. നല്ല വീടിനെ സൃഷ്ടിക്കുന്നത് ആര്? വചനത്തെ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാൻ. Put them in the basis of word of God. Trust with the word of God. ദൈവവചനത്തെ അടിസ്ഥാനപ്പെട്ട്, അനുഭവങ്ങളെ അടിസ്ഥാനപ്പെട്ട്. നല്ല വീടിനെ നഷ്ടപ്പെടുത്തുന്നത് ആരാ? ലാക്ക് ഓഫ് റിലേഷൻഷിപ്പാണ്, ലാക്ക് ഓഫ് ലാംഗ്വേജാണ്, ലാക്ക് ഓഫ് ടെലിപ്പതിക് റിലേഷൻഷിപ്പാണ്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ തകർന്ന അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. തമ്പുരാനെ, എൻ്റെ വീട് പൊട്ടിപ്പോകാൻ അധിക സമയം വേണ്ട. 3 ഫാക്ടേഴ്സ് ഓഫ് കളർഫുൾ ഫാമിലി. നല്ല വീടിനെ സൃഷ്ടിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? പോസിറ്റീവ് അപ്രോച്ച്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. യേശു എന്ന അടിസ്ഥാനം. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുക. 3 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല വേങ്ങൽ സ്വദേശി മറിയാമ്മ ജേക്കബ് എന്ന LP സ്കൂൾ ടീച്ചറിൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ വായിച്ചു കാണും, പത്രത്തിൽ വായിച്ചു കാണും. മകൻ ബിനു ജേക്കബ് 22 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വേഗം കാർ ഓടിച്ചതിന് ബുക്ക് ഓഫ് റെക്കോർഡിൽ വന്ന ആളാണ്. ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് വന്ന ആൾ. ഒരിക്കൽ ചെങ്ങന്നൂരിൽ താൻ ഓടിച്ച ബൈക്ക്
ഒരു ടൂറിസ്റ്റ് ബസ്സുമായി ഇടിച്ച് അദ്ദേഹം മരിച്ചു. കാൽക്കുലേഷനും തെറ്റി. എനിക്ക് എത്ര പ്രൊഫഷൻസി ഉണ്ടായാലും, എനിക്ക് എത്ര സ്കില്ലുണ്ടായാലും ഒരു നിമിഷം മതി സുഹൃത്തെ പൊട്ടിപ്പോകാൻ. നാട്ടുകാരെല്ലാം പറഞ്ഞു, ഓ അവൻ സ്പീഡിൽ ഓടിച്ചത് കൊണ്ടാണ്. ചിലർ പറഞ്ഞു വണ്ടി തെറ്റിയായിട്ട് വന്നുകൊണ്ടാണ്. ഈ ബോഡി വീട്ടിൽ കൊണ്ടുവന്നിച്ചിരിക്കുകയാണ്. യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ അറിയാം. ഈ മൃതശരീരത്തിൽ, കുഞ്ഞിൻ്റെ മൃതശരീരത്തിൽ വെളിയിൽ വെച്ച് അമ്മ പ്രസംഗിക്കുന്ന 15 മിനിറ്റ് പ്രസംഗം കൊടുത്തിട്ടുണ്ട്. തൻ്റെ വേദപുസ്തകവും പാഠപുസ്തകവും ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവനെ തൊട്ട്, അവനെ തലോടിക്കൊണ്ട് പാടുക, പ്രസംഗിക്കുക. ഈ അമ്മ പറയുന്നത് ദൈവഭക്തയായ അമ്മയാണ്. എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു, എനിക്ക് അതിനകത്ത് ദുഃഖമില്ല, നിങ്ങളും ദുഃഖിക്കണ്ട. കാരണം എന്താ, അവൻ ഗർഭത്തിൽ ഉരുവാകുമ്പം മുതലേ എൻ്റെ തമ്പുരാൻ അവനെ അറിഞ്ഞു. അവൻ്റെ തലയിലെ ഒരു രോമം കൊഴിഞ്ഞാലും എൻ്റെ കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മൾ പറയും അവൻ്റെ കുറ്റം കൊണ്ടാണ്, അല്ലേ മറ്റൊരാളുടെ കുറ്റം കൊണ്ടാണ്. എന്നാൽ ദൈവഭക്തയായ അമ്മ പറഞ്ഞു, ഇത് ദൈവത്താൽ, കർത്താവിനാൽ സംഭവിച്ചു. അങ്ങനെയാണ്. ദൈവഭക്തന് മാത്രമേ ദൈവത്തിൻ്റെ ഹിതത്തെ അത്തരത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എൻ്റെ വീടിനെ രൂപപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ചിന്തകളാണ്. എന്നിട്ട് പറയുകയാണ്, ഇവനെ നമുക്ക് സന്തോഷത്തോടെ യാത്രയാക്കണം എന്ന് പറഞ്ഞ് ഈ അമ്മ ഒരു പാട്ട് പാടുന്നുണ്ട്. ഇവൻ്റെ ബോഡി, മൃതശരീരത്തിൽ നിന്നാണ് ഈ പാട്ട് പുസ്തകം കൊടുത്ത് അമ്മ പാടുന്നത്. ഈ പാട്ട് പാടുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കരയുന്നുണ്ട്. എല്ലാവരും അമ്മയുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഈ ഭക്തയായ സ്ത്രീ എന്തുകൊണ്ട് ഇത്ര ധൈര്യമായി തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിൽ കരയാതെ, ദുഃഖിക്കാതെ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു? ഈ പ്രത്യാശ വിടാതെ എന്തുകൊണ്ട് അവർ പറഞ്ഞു? അവർ പറയുന്ന സാക്ഷ്യമാണ്, എൻ്റെ ഭവനം യേശുവിനാൽ അടിസ്ഥാനപ്പെട്ട ഭവനമാണ്. ഞങ്ങൾ യേശുവിനാൽ അടിസ്ഥാനപ്പെട്ട ഭവനമാണ്. അതുകൊണ്ട് ഞങ്ങൾ തകർന്ന് പോവുകയില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ മരണം വരും, ജീവിതത്തിൽ നിരാശ വരും, ജീവിതത്തിൽ തകർച്ച വരും. എൻ്റെ വീട്ടിൽ ആഞ്ഞടിക്കും, വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, കാറ്റടിക്കും. ഇതിനെ ദൈവഹിതമെന്ന് കണ്ട് ക്രിസ്തുവിനോടൊപ്പം ഭവനം പണിയാനാണ് ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ കർത്താവിനെ പ്രതി, ഈ കർത്താവിൻ്റെ അടിസ്ഥാനത്തിൽ ഭവനം പണിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹം ആയി. കൊടുങ്കാറ്റും തിരമാലയും പടലിൽ വന്നാഞ്ഞടിക്കും നേരമെൻ്റെ ചാരയുണ്ട്, നേരമെൻ്റെ ചാരയുണ്ട്, നാഥനെന്നും വല്ലഭനായി സാധുയൻ നീ കൈവിടാതെ നടത്തിയിടും. അതാ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു. അതാ ഞങ്ങളുടെ വീടുകളെ സമർപ്പിക്കുന്നു. മണലനുഭവങ്ങളെ മാറ്റി പാറയുടെ അനുഭവങ്ങളെ തന്നാട്ട് നാഥ, പൊട്ടിയ അനുഭവങ്ങളെ മാറ്റി വർണ്ണമായ അനുഭവങ്ങളെ തന്നാട്ട് നാഥ. എന്തു വന്നാലും ദൈവത്താൽ സംഭവിച്ചെന്ന് പറയാൻ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുമെന്ന് പറയാൻ, ദൈവത്തോടൊപ്പമുള്ള വീടിനെ സൃഷ്ടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീടിന്മേൽ അലച്ചു, വീഴാതെ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ.